അല്ല എന്നാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്രക്കും മഹാനായ എല്ലാ ഇൽമിൻ്റെയും ഉറവിടമായ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ, ബഹുമാനപ്പെട്ടവർ കൊച്ചിയിലാണ് ജനിച്ചത്. ഹിജ്റ 872-71 കൊല്ലത്തിലാണ് ജനനം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ കൊച്ചിയിൽ ജനിച്ച് അവിടുത്തെ എളാപ്പയാകുന്ന പിതൃവ്യൻ, എളാപ്പയോ മുത്താപ്പയോ അറിഞ്ഞില്ല, അമ്മൻ്റെ മകൻ അന്ന് പൊന്നാനി കാളിയായിരുന്നു. ബഹുമാനപ്പെട്ടവർ പൊന്നാനിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ പൊന്നാനി താമസിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കലും അത് മനപ്പാടമാക്കലും അതുപോലെയുള്ള ചെറിയ ഇൽമുകൾ അഥവാ നഹ്വിൻ്റെ കിതാബ്, നഹ്വ്, സർഫ്, അതുപോലെ ഫിഖ്, തസവൂഫ് തുടങ്ങിയ ഏതാനും കിതാബുകളൊക്കെയും അവിടെ നിന്ന് തന്നെ ബഹുമാനപ്പെട്ടവർ പഠിച്ച് അങ്ങനെ വളരെയധികം പുരോഗതിപ്പെട്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ടവർ രചിക്കുകയും ചെയ്തു. മുർഷിദു തുല്ലാബ് ഇന്ന് മിക്ക പള്ളി ദർസുകളിലും ഓതപ്പെടുന്ന ഒരു കിതാബാണ് മുർഷിദു തുല്ലാബ്. ആ മുർഷിദു തുല്ലാബ് ബഹുമാനപ്പെട്ടവരാണ് എഴുതിയത്. അത് വയലായിക്കൊണ്ട് ഉള്ള ഒരു വിഭാഗം, അങ്ങനെയും അതുപോലെ മസ്അല ഫിഖ് ആയിക്കൊണ്ടും തസവൂഫായിക്കൊണ്ടും എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു കിതാബാണ്. അതേപോലെ അദ്കിയ, ഹിദായത്തുൽ അദ്കിയ എന്നു പേരായിട്ട് തസവൂഫിൽ ബഹുമാനപ്പെട്ട ഒരു കിതാബ്, ഒരു പദ്യം എഴുതിയിട്ടുണ്ട്. അത് തസവൂഫിൽ വളരെ പ്രധാനമായതാണ്. ആലിമീങ്ങൾക്കും മുത്തഅല്ലിമീങ്ങൾക്കും അറിയപ്പെടാതിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അത്രക്കും പ്രചാരത്തിലുള്ള ഒന്നാണ്. മാത്രമല്ല ഇന്ത്യയിലെന്നല്ല, ഇന്ത്യക്ക് പുറത്തുള്ള സൗദിയയിലും അതുപോലെയുള്ള സ്ഥലത്തും അത് പാഠപദ്ധതിയിൽ ഉൾക്കൊള്ളുന്ന സിലബസിൽ അംഗീകരിക്കപ്പെട്ട കിതാബും കൂടിയായി മറിഞ്ഞിരിക്കുകയാണ്. പോരാട്ട ഭൂമികയിൽ KT താഹിർ സഖാഫി. ആ വിസമ്മതം വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിലായിരിക്കണമെന്ന നിർബന്ധം ഈ ധാർമ്മിക വിപ്ലവത്തിന്റെ പ്രവർത്തകർക്കുള്ളതുകൊണ്ടാണ് നാം മഖ്ദൂം തങ്ങളുടെ മാതൃക പിൻപറ്റുന്നത്. മഖ്ദൂം തങ്ങൾ വളർത്തിയെടുത്ത ഈ വികാരം കേവലം ഒരു പ്രതിഷേധത്തിന്റെ സമരം മാത്രമല്ല, സമൂഹം അനുഭവിക്കുന്ന സാമൂഹികമായ പ്രതിസന്ധികളെക്കുറിച്ച് സമൂഹത്തെ നന്നായി അവബോധം നൽകിയതിന്റെ ശേഷം രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് സമൂഹ മനസ്സുകളെ വിളിച്ചുണർത്തിയ ശേഷം അവ വഴി വരാനിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ശക്തമായ ഉത്ബോധനമായിരുന്നു. ഒന്നാമതായി നാം മഖ്ദൂമിന്റെ മക്കളാണ്. മഖ്ദൂം തങ്ങൾ നമുക്ക് നൽകുന്ന നിർദ്ദേശം സാംസ്കാരിക സാമ്രാജ്യത്വം വഴി രാജ്യം അഭിമുഖീകരിക്കുന്ന, മുസ്ലിം ഉമ്മത്ത് അഭിമുഖീകരിക്കുന്ന ഇസ്ലാമിക സമൂഹം നേരിടേണ്ടി വരുന്ന വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്കുള്ള സൂചനകളാണ്. ബഹുമാനപ്പെട്ട മഖ്ദൂം ഒന്നാമൻ എഴുതിയ റിലായുടെ 177 വരികളിലെ ആമുഖങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമുക്കത് കണ്ടെത്താൻ സാധിക്കും. കേരളീയ സാഹചര്യത്തിൽ പറങ്കിപ്പടയും യാങ്കിമാമനുമൊക്കെ സൃഷ്ടിച്ചുവിട്ട കരാളഹസ്തങ്ങളിൽ കിടന്നു പിടഞ്ഞിരുന്ന പാവപ്പെട്ട സമൂഹത്തിന്റെ വേദനിക്കുന്ന യാതനകളാണ് അദ്ദേഹം അതിൽ വിവരിച്ച് കാണിക്കുന്നത്. ആമുഖമായി അദ്ദേഹം സമൂഹത്തോടൊരു ചോദ്യം ഉന്നയിക്കുന്നു. മുസ്ലിം ഉമ്മത്താകുന്ന നമുക്ക് ഹൈന്ദവ സഹോദരങ്ങളോട് സഹകരിച്ചുകൊണ്ട് ഈ കേരളക്കരയിൽ ജീവിക്കുന്നതിന് യാതൊരു തടസ്സവും ഇന്നലകളിൽ കടന്നു വന്നിട്ടില്ല. മതസഹിഷ്ണുതയുടെ കേളീരംഗമായി കേരളം മുന്നോട്ടു പോയപ്പോൾ വൈകാരികമായ പ്രത്യാഘാതങ്ങളൊന്നും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നില്ല. മറിച്ച് ഖാമയുടെ ആഗമനത്തോടുകൂടിയാണ് രാജ്യത്തൊരു പ്രബല ജനവിഭാഗത്തെ ആമുഖമായി ആക്രമണം നടത്തി രാജ്യത്തിന്റെ സഹിഷ്ണുത തകർക്കുക എന്ന ഏറ്റവും കുടിലമായ തന്ത്രം ഖാമ തുടക്കം കുറിച്ചത്. ആ ഖാമ തുടക്കം കുറിച്ചത് ആ കുടിലമായ തന്ത്രമായിരുന്നെങ്കിൽ ആ തന്ത്രത്തിന്റെ പിന്നിൽ കേരളീയ സമൂഹത്തെ പൊതുവെ തകർക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. ആ കേരളീയ സമൂഹത്തെ തകർക്കാൻ, ആ തകർക്കുക വഴി അവർ ലക്ഷ്യം വച്ചിരുന്നത് സാമ്രാജ്യത്വ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു സമൂഹമായി കേരളീയ സമൂഹത്തെ പരിവർത്തിപ്പിക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ കേരളീയ തനിമ നിലനിർത്താൻ, ഈ രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യം സംരക്ഷിക്കാൻ
ഹൈന്ദവ മുസ്ലിം കൂട്ടായ്മയ്ക്ക് സാധിക്കണമെന്നാണ് ബഹുമാന്യനായ മഖ്ദൂം തങ്ങൾ തന്റെ വരികളുടെ ആമുഖത്തിൽ ആദ്യമായി സമർത്ഥിക്കുന്നത്. AK കുഞ്ഞീദ് മുസ്ലിയാർ. ഈ ഭൗതികമായ ലോകത്ത് നാം ജീവിക്കുമ്പോൾ, ഈ ദുന്യാവിൽ നാം ജീവിക്കുമ്പോൾ ഇവിടെ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് മഹാനവറുകൾ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. P മൊയ്തീൻ കോയ പാലക്കൽ. നമുക്ക് ചിന്തിക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ഇന്ന് വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ, ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു യുവസമൂഹത്തെ കാര്യമായ രൂപത്തിൽ നമ്മളുടെ ആശയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സംഘടനാ രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ട ബാധ്യത നമ്മളിൽ നിന്നുണ്ട്. നന്ദി. P യൂനുസ് മമ്പാട്. ദുആ നിർവഹിച്ചു തന്ന ആദരണീയനായ വൈലത്തൂർ ബാബ മുസ്ലിയാർ മദീന മഖ്ദൂമിൽ എന്ന വിഷയം അധികരിച്ച് ഏറെ മൂല്യവത്തായ പ്രഭാഷണം നിർവഹിച്ച SSF മുൻ സംസ്ഥാന അധ്യക്ഷൻ KT ത്വാഹിർ സഖാഫി, കേരളത്തിൻ്റെ ആത്മീയ മണ്ഡലത്തെ പ്രശോഭിപ്പിച്ച വന്ദ്യരായ കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പ്രൗഢമായ ഉപദേശങ്ങളും പ്രാർത്ഥനകളും ക്യാമ്പിന് മുതൽക്കൂട്ടായി. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم بارك لنا فيما أردنا، اللهم بارك لنا فيما أردناه واجعل عاقبته خيرا ورشدا، وأصلح شؤوننا وأصلحنا بما أصلحت به عبادك الصالحين. اللهم جملنا بالعافية والسلامة، وحققنا بالتقوى والاستقامة، وأعيذنا من موجبات الندامة يوم القيامة. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഉടപ്പുറപ്പിങ്ങളെ, ഈ ലോകത്ത് എത്ര കണ്ട് പന്തലിച്ചാലും ശരി, അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന അതിൻ്റെ പന്തലിപ്പും അത് വളരെ ശക്തിയും സ്ട്രോങ്ങും ഉള്ളതാണ്. ഒരു ഉദാഹരണമാണ് എനിക്ക് മനസ്സിലാകുന്നത്. എൻ്റെ ചെറുപ്രായത്തിൽ തിരൂരങ്ങാടി MK ഹാജിയും KM മൗലവിയും കൂടി കെട്ടിപ്പടുത്ത് നൂറുൽ ഇസ്ലാമും മറ്റും ഉണ്ടാക്കി. അവരുടെ ആ നീക്കം കണ്ടാൽ സുന്നികളാകുന്ന സാധുക്കൾ എവിടേക്കെങ്കിലും രാജ്യം വിട്ടു പോകണം എന്നുള്ള ഒരവസ്ഥയിലായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. ദുനിയാവിൻ്റെ ഏതേത് മേഖലകളിലും സഹായിക്കുവാൻ പ്രാപ്തനായിരുന്നു MK ഹാജി. അതനുസരിച്ച് ആ വഹാബിയത്തിൻ്റെ സത്തായ ഭാഗങ്ങളെല്ലാം ഉരുത്തിരിച്ച് മനസ്സിലാക്കി കൊടുത്തു ആര്? KM മൗലവി. ഈ നിലക്ക് കെട്ടിപ്പടുത്ത നൂറുൽ ഇസ്ലാം അത് തുടങ്ങിയ അവസരത്തിൽ നമ്മളെ മഹാന്മാർ അബ്ദുൽ ബാരി പോലത്തവരൊക്കെ പങ്കെടുത്തിരിക്കണമെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ളതായ ചതി പ്രകാരം അത് ചെയ്തു. അത് വഹാബിയത്തിൻ്റെ ഒരു സ്ഥാപന ആണ് അതിൻ്റെ സംഗതി ഉണ്ടായത്. ഈ സമയത്ത് നമ്മളുടെ അനിഷേധ്യ നേതാവായ മൂസാൻകുട്ടി ഹാജി, മൂസാൻകുട്ടി മൂല്യർ, മൂസാൻകുട്ടി ഹാജി തിരുവരങ്ങാടി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മകൻ, പേരക്കുട്ടി താന്നൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖിൻ്റെ മകൻ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മക്കളിൽപ്പെട്ട